ഓമനപ്പുഴയിലെ ആ കൊലപാതകത്തിന് പിന്നിൽ സംഭവിച്ചത് എന്താണ് വിശദമായി പരിശോധിക്കാം. ആലപ്പുഴ ഓമനപ്പുഴയിലെ ഏഞ്ചലിന്റെ കൊലപാതകത്തിൽ ദുരൂഹതകളേറുകയാണ്. ഏഞ്ചലിന്റെ വീടിന്റെ ഭിത്തിയിൽ എഴുതിയ ഒരു വാക്യമാണ് സംശയം ബലപ്പെടുത്തുന്നത്. പരമ്പരാഗത ദൈവവിശ്വാസത്തിന് എതിരായ സാത്താൻ സേവ പോലെയുള്ള ഏതെങ്കിലും ആചാരങ്ങൾ പിന്തുടർന്ന ആളായിരുന്നു ഏഞ്ചലെന്നും പരിശോധിക്കുന്നുണ്ട്. വീട്ടുകാരെ ആക്രമിച്ച ശേഷം ബൈബിൾ വലിച്ചെറിയാൻ എടുത്തപ്പോഴാണ് ഏഞ്ചലിനെ കൊലപ്പെടുത്തിയതെന്നാണ് മാതാപിതാക്കൾ നൽകിയ മൊഴി. മോക്ഷ, ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ, ജനന മരണങ്ങളിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുമുള്ള മോചനം, ആത്യന്തിക മുക്തി. പരമ്പരാഗത ദൈവവിശ്വാസികളായ മാതാപിതാക്കളുടെ മകളാണ് സ്വന്തം വീടിന്റെ ഭിത്തിയിൽ ഇങ്ങനെ കുറിച്ചത്. എന്തിനാവും ഏഞ്ചൽ ജാസ്മിൻ ഇങ്ങനെ എഴുതിയത്? ഏതുതരം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ വാചകം? സംശയം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. സാത്താൻ സേവയോ സമാനമായതോ ആയ പൊതുധാരാവിരുദ്ധമായ രഹസ്യ വിശ്വാസാചാരങ്ങളുടെ ഭാഗമാണോ ഈ വാചകമെന്നതാണ് സംശയം. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കിയ ശേഷം അത് ഉപേക്ഷിച്ചതും മതഗ്രന്ഥം വലിച്ചെറിഞ്ഞതും മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നതിനെ എതിർത്തതുമെല്ലാം സംശയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. രാത്രിയാത്രയ്ക്കപ്പുറം കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടാവാമെന്ന നിഗമനമാണ് ഈ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്നാൽ ഇതാണ് കാരണമെന്ന് ഉറപ്പിക്കാനുള്ള മറ്റു തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൂടുതലായി ലഭ്യമായിട്ടുമില്ല. വിശ്വാസ സംബന്ധമായി യാഥാസ്ഥിതിക കുടുംബമായിരുന്നു ജോസ്മോന്റെയും ജെസ്സിയുടെയും. പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മാതാപിതാക്കൾക്കും മകൾക്കുമിടയിൽ അകലമുണ്ടാക്കി. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ കൊലപാതക ദിവസവും രാത്രി പുറത്തുപോയി. 11 മണിയോടെ മടങ്ങിയെത്തിയപ്പോൾ പിതാവ് വൈകിയതിനെ ചോദ്യം ചെയ്തു. അടുത്തിരുന്ന വെള്ളവും കുപ്പിയും എടുത്ത് പിതാവിനെ എറിഞ്ഞു. ജോസ്മോൻ രോഷകുലനായി കയറി പിടിച്ചപ്പോൾ അമ്മയെയും മുത്തശ്ശനെയും ആഞ്ഞു ചവിട്ടി. ബൈബിൾ വലിച്ചെറിയാനായി എടുത്തതോടെ ജോസ്മോൻ കഴുത്തിൽ പിടിമുറുക്കി. അമ്മ പിന്നിൽ നിന്ന് ഏഞ്ചലിന്റെ കൈ ബലമായി പിടിച്ചു. ബോധരഹിതയായി വീണ അവളെ ജോസ്മോൻ വീണ്ടും തോർത്തുപയോഗിച്ച് കഴുത്തു ഞെരിച്ച് മരണമുറപ്പാക്കി. വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നത്? ഇങ്ങനൊരു ആണ് അതായിരുന്നു അച്ഛനെ അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കി തിരുവസ്ത്രമണിഞ്ഞെത്തിയ ഏഞ്ചലിനെ കണ്ട ഓർമ്മ അയൽവാസിയായ സ്ത്രീ പങ്കുവച്ചിരുന്നു. ഏഞ്ചലിന് സ്തുതി നൽകിയപ്പോൾ തങ്ങളെ ഒന്ന് നോക്കിയത് പോലുമില്ല. മുഖം ദേഷ്യഭാവത്തിലായിരുന്നു. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ തിരുവസ്ത്രം ഉപേക്ഷിച്ചതായാണ് അറിഞ്ഞതെന്നും അവർ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും ഏഞ്ചലിന്റെ സ്വഭാവം മാറുമായിരുന്നുവെന്ന് ഭർത്താവും മൊഴി നൽകിയിട്ടുണ്ട്. വളരെയധികം ദേഷ്യം എല്ലാവരോടും വെച്ച് പുലർത്തി. കുടുംബാംഗങ്ങളോടൊഴികെ നാട്ടുകാരോട് വളരെ സൗമ്യമായ ഇടപെടൽ. ചൊവ്വാഴ്ച ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ രാത്രി 11 വരെ പിന്നീട് എവിടെയായിരുന്നു? ഒറ്റക്കുള്ള സഞ്ചാരങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളുമൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യങ്ങളായി ഉയർന്നു നിൽക്കുന്നു. താമസിച്ചു വന്നതുകൊണ്ട് മാത്രം ഒരു മകളെ ആരെങ്കിലും കൊലപ്പെടുത്തുമോ? മാതാപിതാക്കൾ രണ്ടുപേരും അവൾ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്ന് ഒരുപോലെ ആഗ്രഹിക്കുമോ? അതിനുള്ള ഉത്തരം ഒളിഞ്ഞുകിടക്കുന്നത് ഏഞ്ചൽ രാത്രികാലങ്ങളിൽ സഞ്ചരിച്ച ആ വഴികളിൽ എവിടെയോ ആണ്. ഒപ്പം വീടിന്റെ ചുവരിൽ എഴുതി വെച്ചിരിക്കുന്ന ആ വാചകങ്ങളിലും. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ആലപ്പുഴയിൽ ഈ കൊലപാതക വിവരം പുറത്തു വന്നപ്പോൾ തന്നെ അതിൻ്റെ ദുരൂഹതകൾ, സംശയകരമായ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. കാരണം ഒരു പിതാവും മാതാവും ചേർന്ന് മകളെ കൊലപ്പെടുത്താൻ ഇടയായ സാഹചര്യം എന്താണ് കുടുംബത്തിൽ സംഭവിച്ചത്? കുടുംബത്തിൽ ഇത്ര കണ്ട് സങ്കീർണമായ സാഹചര്യം എന്തായിരുന്നു? അയൽവാസികളൊന്നും ഒരു സൂചനകളും പങ്കുവയ്ക്കുന്നില്ല. അതുതന്നെയാണ് പോലീസിനെയും സംശയിക്കുന്നത്. എന്തായാലും ഈ ദുരൂഹതകളുടെ ചുരുളഴിക്കാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കം. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ അപകടം, ഈ മരണം വിവരം അറിഞ്ഞ് പിന്നീട് ശരണ്യ അടക്കമുള്ളവർ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളിൽ ഓരോന്നും ആ ദുരൂഹതകളുടെ ശേഷിപ്പുകൾ ഉണ്ടായിരുന്നു. അതാണ് ഒടുവിൽ പല സംശയങ്ങൾക്കും ഇട നൽകുന്നത്.
യഥാർത്ഥത്തിൽ ഈ വാർത്തയിൽ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള സംശയത്തിലേക്ക് പോലീസിനെ എത്തിച്ചതിന് കാരണം മാതാപിതാക്കളുടെ മൊഴിയും ഒപ്പം ഭിത്തിയിലെ വാചകവും തന്നെയാണോ പ്രധാന സംശയത്തിന് ഇടം നൽകിയ കാരണം? സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെയുള്ള നാട്ടുകാർ നൽകിയ ഒരു പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കൊലപാതകം ഈ ജോസ്മോൻ എന്ന വ്യക്തി നടത്തുമോ, അത് മാത്രമല്ല ഈ കുടുംബത്തിൽ ഇത്രയധികം ഐക്യമുള്ള ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് ഇങ്ങനൊരു കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ളൊരു അത്ഭുതമായിരുന്നു അവിടെയുള്ള നാട്ടുകാർ നമ്മളോട് പങ്കുവച്ചത്. ആ ഘട്ടത്തിലൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തികഞ്ഞ മതവിശ്വാസികളായ കുടുംബം, ജോസ്മോൻ ആണെങ്കിലും ജെസ്സി ആണെങ്കിലും ഏഞ്ചൽ ഉൾപ്പെടെയുള്ള ആളുകളാണെങ്കിലും സ്ഥിരമായി പള്ളിയിൽ പോവുകയും തിരികെ വരികയും ഒക്കെ ചെയ്യുന്ന, അങ്ങനെ ആ വിശ്വാസങ്ങളുമായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി അടുത്ത് ഇടപഴകി നിൽക്കുന്ന ഒരു കുടുംബം എന്നുള്ളൊരു പിക്ചറാണ് നമുക്ക് അവരെക്കുറിച്ച് കിട്ടുന്നത്. വീടിൻ്റെ സ്വീകരണ മുറി അടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലായിടത്തും അത്തരത്തിൽ തങ്ങളുടെ ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രൂപങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീടും ഒക്കെ ആയിരുന്നു. പക്ഷേ അവിടെ നിന്നും ഈ കേസിനകത്ത് ചില ദുരൂഹമായ കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഒന്ന്, ഈ കന്യാസ്ത്രീ പട്ടം അണിഞ്ഞ് വന്ന ഘട്ടത്തിൽ ഏഞ്ചൽ വളരെ പെട്ടെന്ന് തന്നെ ഈ തിരുവസ്ത്രം ഉപേക്ഷിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. അന്ന് കണ്ട ആളുകളുമായി, ഏഞ്ചലുമായി ആ ദിവസം കണ്ട ആളുകളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവരും വ്യക്തമാക്കുന്നത് അന്നത്തെ ദിവസം അസ്വാഭാവികമായ രീതിയിൽ, അതായത് ഇവര് ഏഞ്ചൽ വന്നതറിഞ്ഞ് സ്തുതി നൽകുന്നതിനായി അവിടെ എത്തി. ഈ സ്തുതി നൽകുന്ന ഘട്ടത്തിൽ പോലും ഏഞ്ചൽ ഇവരുടെ മുഖത്ത് നോക്കുക പോലും ചെയ്യുകയില്ല. മാത്രമല്ല വളരെ ദേഷ്യ മുഖഭാവമായിരുന്നു എന്നുള്ളത് തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ഇപ്പോൾ വളരെയധികം, അതായത് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് വൈകി മറ്റ് ബന്ധങ്ങളോ കാര്യങ്ങളോ ഏഞ്ചലിനില്ല എന്ന് കുടുംബാംഗങ്ങൾ അടിവരയിട്ട് പറയുമ്പോൾ വൈകി വന്നതുകൊണ്ട് മാത്രമാണോ ഏഞ്ചൽ എന്ന ഒരു 28-കാരി കൊല ചെയ്യപ്പെട്ടത്? അതും സ്വന്തം രക്ഷകർത്താക്കൾ രണ്ടുപേരും അറിഞ്ഞ് ഒരുപോലെ മനസ്സോടുകൂടി കൊല ചെയ്തത് എന്നുള്ളത് നമ്മളെല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. എന്തായാലും ആ ചോദ്യത്തിൽ ഇപ്പോഴും ചില സംശയങ്ങൾ നിലനിൽക്കുന്നു. അവർ നൽകിയ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ നൽകിയിട്ടുള്ള ഒരു മൊഴി സുപ്രധാനമാണ്. ജോസ്മോൻ ഈ കൊലപാതക ദിവസം രാവിലെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി SIക്ക് മുന്നിൽ താൻ മകളെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം തുറന്നു പറഞ്ഞു. ആ ഘട്ടത്തിലും മറ്റ് പശ്ചാത്താപങ്ങളോ കാര്യങ്ങളോ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തതുപോലെ ഉള്ളൊരു രീതിയായിരുന്നു എന്നുള്ളതാണ് അന്ന് സംസാരിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോട് വ്യക്തമാക്കിയത്. ഈ അദ്ദേഹം അവിടെ എത്തിയപ്പോൾ പറഞ്ഞ മൊഴിയുണ്ട്. 15 വർഷക്കാലമായി ഞങ്ങൾ നിരന്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഏഞ്ചൽ കൊല്ലപ്പെടുന്ന അന്ന് രാത്രിയും ആ വീട്ടിൽ വഴക്ക് നടന്നു. രാത്രി വൈകിട്ട് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ ഏഞ്ചൽ സന്ധ്യയോടുകൂടി വീണ്ടും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് ഏകദേശം 11 മണിയോടടുത്താണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അവിടെ വീട്ടിലേക്ക് വന്ന് കയറുന്ന സമയത്ത് തന്നെ അച്ഛനും മകളും തമ്മിൽ സംസാരമുണ്ടായി. ആ ഘട്ടത്തിൽ വളരെ പ്രകോപിതയായി ഏഞ്ചൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വെള്ളം നിറച്ച കുപ്പിയെടുത്ത് അച്ഛനെ എറിഞ്ഞു എന്നുള്ളതാണ്. അതോടുകൂടി ഇവർ തമ്മിൽ തർക്കം രൂക്ഷമാവുകയും പിന്നീട് ഏഞ്ചൽ ചെയ്ത പ്രവൃത്തി ആണ് മറ്റൊരു വിചിത്രമായ പ്രവൃത്തി. അതായത് അവിടെ ഉണ്ടായിരുന്ന ബൈബിൾ എടുത്ത് വലിച്ചെറിയാനായി ശ്രമിച്ചു എന്നുള്ളതാണ് അച്ഛൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. അതായത് ഈ ബൈബിൾ എടുത്ത് വലിച്ചെറിയാൻ ശ്രമിച്ച ഘട്ടത്തിൽ അച്ഛൻ കയറി ഏഞ്ചലിനെ പിടിച്ച ഘട്ടത്തിൽ പിന്നീട് ഇവർ പിടിവലിയാവുകയും കഴുത്ത് ഞെരിക്കുകയും ചെയ്തു. ബോധരഹിതയായി വീണ ഇവരെ ഈ ബൈബിളുമായുള്ള പിടിവലിക്കിടയിൽ അമ്മയെയും മുത്തശ്ശനെയും ഇവർ ചവിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ഈ ഏഞ്ചൽ ആഞ്ഞു ചവിട്ടുകയും ചെയ്തു. ആ ഘട്ടത്തിൽ അമ്മ ഉൾപ്പെടെ വന്ന് കൈ പിന്നിൽ പിടിച്ചുകൊണ്ട് കഴുത്ത് ഞെരിച്ച് ഇട്ടു. ബോധരഹിതയായ ഘട്ടത്തിൽ അച്ഛൻ കഴുത്ത് ഞെരിച്ചപ്പോഴാണ് ഇവർ താഴേക്ക് വീണതെന്നുള്ളതാണ്. ഇവരുടെ